കൂത്താട്ടുകുളം നടക്കാവ് സംസ്ഥാന പാതയിൽ കാക്കൂരിൽ വിവാഹ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം 25 പേർക്ക് പരിക്ക്. അപകടം ഇന്ന് രാവിലെ. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ചാലക്കുടി നഗരസഭ പൗരാവലിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ചാലക്കുടിയുടെ നെന്മോണം ഓണം ഫെസ്റ്റിന് തുടക്കമായി. MLA സനീഷ് കുമാർ ജോസഫ് ഓണം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വീണ്ടും കള്ളക്കടൽ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിൽ വെള്ളിയാഴ്ച വൈകിട്ട് വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കാക്കൂരിൽ വിവാഹ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 25ഓളം പേർക്ക് പരിക്ക്. സ്കൂട്ടർ യാത്രികയെ ഇടിക്കാതിരിക്കാൻ ബസ് വെട്ടിച്ചു മാറ്റുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഡ്രൈവറുടെ സമയോചിത ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. കൂത്താട്ടുകുളം നടക്കാവ് സംസ്ഥാന പാതയിൽ കാക്കൂരിൽ വിവാഹ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. ഇന്ന് രാവിലെ 10:30 അപകടം. പിറവം ഭാഗത്തു നിന്ന് കൂത്താട്ടുകുളത്തേക്ക് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. കാക്കൂർ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപത്തെത്തിയപ്പോൾ റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ യാത്രിക പെട്ടെന്ന് ബസ്സിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. സ്കൂട്ടർ യാത്രികയെ ഇടിക്കുന്നത് ഒഴിവാക്കാൻ ഡ്രൈവർ ബസ് പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി. ഇതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് റോഡിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ 25ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്കൂട്ടർ യാത്രികയെ രക്ഷിക്കാനുള്ള ഡ്രൈവറുടെ സമയോചിത ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. മീഡിയ ടൈം, കൂത്താട്ടുകുളം. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ചാലക്കുടി നഗരസഭ പൗരാവലിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ചാലക്കുടിയുടെ നെന്മോണം ഓണം ഫെസ്റ്റിന് തുടക്കമായി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഓണം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ കലാഭവൻ മണി പാർക്കിലാണ് ഓണം ഫെസ്റ്റ് നടക്കുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഓണം സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഓർമ്മകളാണ് നമുക്ക് നൽകുന്നത്. ലോകം മുഴുവൻ മലയാളികൾ ഓണാഘോഷത്തിലാണ്. ഓണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓണക്കോടിയും പൂക്കളവും ഓണസദ്യയും ഓണക്കളികളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ വിവിധ സാംസ്കാരിക പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KV പോൾ, ടൗൺ ഇമാം ഹുസൈൻ ഭാഗവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആനി പോൾ, OS ചന്ദ്രൻ, ഷിഫ സന്തോഷ്, ജിയോ കിഴക്കേത്തല, ലിജി ജോജി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. തിരുവോണദിനത്തിലെ ആദ്യ പരിപാടിയായി ചാലക്കുടിയിലെ കലാകാരന്മാർ അണിനിരുന്ന മെഗാ ഷോയും ചിരി സംഗീതമേളയും അരങ്ങേറി. കലാഭവൻ ജയൻ, കലാഭവൻ ബിജു, കലാഭവൻ ജോബി, സജീവ് കൊടകര, ജോബി കൊടകര, KP ജോർജ്, സുനിൽ ഡേവിസ്, ബാബു ചാലക്കുടി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഡോക്ടർ RLV രാമകൃഷ്ണന്റെ ക്ലാസിക്കൽ നൃത്തം, മിന്നാടം ഫോക്ക് ബാൻഡിന്റെ നാടൻ പാട്ട്, അഖില കേരള കൈകൊട്ടിക്കളി മത്സരം, കലാസന്ധ്യ, സിനിമാറ്റിക് ഡാൻസ്, മ്യൂസിക് ബാൻഡ് തുടങ്ങി നിരവധി പരിപാടികളും വിവിധ ദിവസങ്ങളിലായി അരങ്ങേറും. ചാലക്കുടി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ ട്രസ്റ്റ്, ക്രാക്ട്, കലാഭവൻ മണി പാർക്ക്, പാട്ടുപുര ടീം, നടുമുറ്റം സാംസ്കാരിക വേദി, തൗരത്രികം പാഠശാല എന്നിവർക്കൊപ്പം തരംഗ്, സ്വാഗ്, ഫേസ്, അഫ്ക തുടങ്ങിയ കലാകാരന്മാരുടെ സംഘടനകളും വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. സ്റ്റേജ് പരിപാടികൾക്കൊപ്പം അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് കോർട്ട്, ടോയ്സ് കോർണർ, ചിൽഡ്രൻസ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ചാലക്കുടിയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും സംഘടനകളും സ്ഥാപനങ്ങളും അണിനിരക്കുന്ന വടംവലി മത്സരവും ഓഗസ്റ്റ് 30 നടക്കും. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്ത് വീണ്ടും കള്ളക്കടൽ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി 0.9 മുതൽ 1.2 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം കന്യാകുമാരി തീരത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 വരെ 1.2 മുതൽ 1.4 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു.
കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം. അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിൽ ഇറക്കുന്നത് ഒഴിവാക്കണമെന്നും മത്സ്യബന്ധന യാനങ്ങൾ കടലിൽ ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിടുകയും വള്ളങ്ങൾ തമ്മിൽ മതിയായ അകലം ഉറപ്പാക്കുകയും വേണം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ശ്രീനാരായണ ഗുരുദേവന്റെ 172ാം ജയന്തി ആഘോഷങ്ങൾക്ക് കൊടുങ്ങല്ലൂരിൽ വിപുലമായ ഒരുക്കങ്ങൾ. ജയന്തി ദിനത്തിൽ രാവിലെ 9 മണിക്ക് യൂണിയൻ ഗുരുമന്ദിരത്തിൽ ഗുരുപൂജയും സമൂഹ പ്രാർത്ഥനയും നടക്കും. ശ്രീനാരായണ വൈദിക യോഗം ഭാരവാഹികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. വൈകിട്ട് 4-ന് മുഗൾമാൾ പരിസരത്ത് നിന്ന് വർണ്ണശബളമായ ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. നിശ്ചല ദൃശ്യങ്ങളും ടാബ്ലോകളും വാദ്യമേളങ്ങളും കാവടികളും അണിനിരക്കുന്ന ഘോഷയാത്ര തെക്കേനടയിലെ നവരാത്രി മണ്ഡപത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച ശ്രീനാരായണ നഗറിൽ സമാപിക്കും. തുടർന്ന് വൈകിട്ട് 5:30 നടക്കുന്ന സമാപന സമ്മേളനം യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ. ജനീഷ് ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ ചെയർമാൻ പി. കെ. രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. യോഗം കൗൺസിലർ ബേബി റാം ഭദ്രദീപം തെളിയിക്കും. ജയന്തിക്ക് മുന്നോടിയായി നടന്ന ശ്രീനാരായണ കലാസാഹിത്യ കോൽക്കളി മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിക്കും. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയന്റെ കീഴിലുള്ള 69 ശാഖകളുടെ നേതൃത്വത്തിലാണ് വിപുലമായ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. മാള തൻകുളം ഗ്രാമകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. മാള പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച ക്രോസ് കൺട്രി മത്സരത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ പതാക ഉയർത്തി വിവിധ കായിക മത്സരങ്ങൾക്കൊപ്പം പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ആവേശകരമായ വടംവലി മത്സരവും അരങ്ങേറി. പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. ഓണത്തിന്റെ കൂട്ടായ്മയും ആവേശവും പകർന്നാണ് തൻകുളം ഗ്രാമകൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ആഘോഷങ്ങൾ നടന്നത്. കുഴൂരിൽ കുളപ്പുര ഗ്യാങ്സിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. കുഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശാന്തിമാർ ചേർന്ന് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നാടിന്റെ കൂട്ടായ്മയും ഓണത്തിന്റെ ആഘോഷപ്പൊലിമയും നിറച്ച് നിരവധി പേരാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത്. അംബേദ്കർ അയ്യൻകാളി അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭ വൈസ് ചെയർമാൻ കെ.വി. പോൾ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർമാൻ പി.കെ. ശങ്കർദാസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലറും ജീവകാരുണ്യ പ്രവർത്തകനുമായ വി.ജെ. ജോജി സംസാരിച്ചു. പ്രജാപിത ബ്രഹ്മകുമാരീസ് അന്നമനട രാജയോഗ മെഡിറ്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഗുരുധർമ്മ ആശുപത്രി MD സുധീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. B.K. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിഷ മുഖ്യാതിഥിയായിരുന്നു. ബിന്ദു, മഹേശ്വരി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂത്താട്ടുകുളം നടക്കാവ് സംസ്ഥാന പാതയിൽ കാക്കൂരിൽ വിവാഹ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം, 25 പേർക്ക് പരിക്ക്. അപകടം ഇന്ന് രാവിലെ. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ചാലക്കുടി നഗരസഭ പൗരാവലിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ചാലക്കുടിയുടെ നെന്മോണം ഓണം ഫെസ്റ്റിന് തുടക്കമായി. MLA സനീഷ് കുമാർ ജോസഫ് ഓണം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വീണ്ടും കള്ളക്കടൽ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിൽ വെള്ളിയാഴ്ച വൈകിട്ട് വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.